പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഡിസംബർ 2 തിങ്കളാഴ്ച നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 1-24 വാക്യം. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് എന്താ ചെയ്യണത്? കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഓരോ ദിവസവും നിദ്രയിൽ നിന്ന് ഉണരുമ്പോ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്യണം. അതാണ് നമ്മുടെ വെല്ലുവിളി, ചാലഞ്ച്. ഓരോ ദിവസവും ദൈവം നമ്മൾ നിദ്രയിൽ നിന്ന് ഉണർന്നുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അമ്മമാര് പ്രാർത്ഥിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ആകാത്ത കാഴ്ചകളിൽ നിന്ന് കണ്ണിനെയും വേണ്ടാത്ത കേൾവിയിൽ നിന്ന് ചെവിയെയും സംരക്ഷിക്കണമേ. അതായത് പ്രൊട്ടക്ഷൻ, കുരിശിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. കാര്യം കുരിശെന്ന് പറയുന്നത് ഭയങ്കര പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഏത് പൊതുനിരത്തിലായാലും റോഡിലായാലും കൂട്ടത്തിലായാലും അവരെന്തോ വിചാരിക്കും, എല്ലാവർക്കും പണിപറ്റണമെന്ന് അറിയാമോ? നമ്മൾ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് വിചാരിച്ച് നമ്മളെ രണ്ടാം പൗരനാക്കും ചില ആൾക്കാർ ഇതൊക്കെ പ്രൈവറ്റായിട്ട് ചെയ്യേണ്ടതില്ലേ എന്ന് ഓർക്കും. അങ്ങനെയല്ല, വിശ്വാസം പ്രഖ്യാപിക്കേണ്ടതാണ്. പല ആൾക്കാരും ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, പക്ഷെ പ്രൈവറ്റ് സ്വകാര്യ ആത്മീയതയാണ്. ആധ്യാത്മികത ഒരിക്കലും സ്വകാര്യമല്ല. അങ്ങനെ ഓരോ ദിവസവും കർത്താവിൻ്റെ നമ്മുടെ വിശ്വാസം ഏറ്റു പറയാനുള്ള ഒരു ദിവസമാക്കി ബലപ്രാപിക്കാൻ ദൈവം തന്നെ സഹായിക്കട്ടെ. ഓരോ ദിവസവും എഴുന്നേൽക്കണത് ആ ദിവസം കർത്താവിൻ്റെ വചനം ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.